ബിഗ് ബോസ് വീട്ടിൽ ഈ വീക്ക് ജയിലിലേക്ക് പോയത് നോറയും ജാസ്മിനുമായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ക്യാപ്റ്റനായ ജിൻഡോ ജാസ്മിന് ഭക്ഷണവുമായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. പോയതിനു ശേഷം ജയിൽ തുറന്നുകൊണ്ട് താഴെ ഭക്ഷണം വെക്കുന്നു. ജിൻഡോയ്ക്കൊപ്പം തന്നെ ഗബ്രിയും പോകുന്നു. അതിനുശേഷം ജാസ്മിനും ഗബ്രിയും ജിൻഡോയുടെ മുതുകിൻ്റെ മുകളിലൂടെ പരസ്പരം ഹഗ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്ന ഒരു മറുപടി കൂടിയുണ്ട് ജിൻഡോയോട്. അതായത്, നടുവിൽ കയറി നിന്നിട്ടും കാര്യമുണ്ടായില്ലല്ലോ അളിയ എന്നുള്ളത്. ഇത് കേട്ട ഉടനെ ജിൻഡോ നല്ല രീതിയിൽ തന്നെ ജാസ്മിനോട്, നീ അതെന്താ അങ്ങനെ പറഞ്ഞത്, എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറയാനിടയായത്, എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ജിൻഡോയുടെ തർക്കുത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജാസ്മിന് വിശക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വെച്ച് ജിൻഡോ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ വിശപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു ഭക്ഷണം കഴിച്ചാൽ തീരാവുന്ന വിശപ്പല്ല എന്നുള്ളതാണ് എനിക്ക് ആ ഒരു വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായത്. അതായത് ഗബ്രിയുടെ ആ ഒരു ഹഗ് അല്ലെങ്കിൽ ഗബ്രിയുടെ ആലിംഗനം കിട്ടാതെ മാറാത്തൊരു വിശപ്പാണ് ജാസ്മിന് ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നി. അല്ലാത്ത പക്ഷം ജിൻഡോ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ജാസ്മിന് ഗബ്രി ഇങ്ങനെ ഹഗ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ജിൻഡോയോട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജാസ്മിൻ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ എല്ലാവരെയും വെറുപ്പിച്ച് വെറുപ്പിൻ്റെ അങ്ങേയറ്റം പോയി പക്ക നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇനി നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ ഗെയിമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നാൽ തന്നെ അത് ഇരു കൈയും നീട്ടിയൊന്നും പ്രേക്ഷകർ ഉൾക്കൊള്ളില്ല. കാരണം ഇത് മലയാളി ഓഡിയൻസ് ആണ്. അതുകൊണ്ട് പ്രേക്ഷകർ എങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ജാസ്മിൻ്റെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് പക്ക നെഗറ്റീവായിട്ട് തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.